അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദ്ദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ്. ആദരണീയരായ ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിവിശിഷ്ടമായ ഒരു പരിപാടിയിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ അൽ ഖാദിരി അൽ മഖ്ദൂമി റഹിമഹുല്ലാ മഹാനവറുകളുടെ ആണ്ടിനോടനുബന്ധിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മഹാനവറുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ചരിത്രപുരുഷൻ എന്ന് പറയുന്നതിന് പകരം നമ്മുടെ തൊട്ടടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു വിശുദ്ധാത്മാവാണ്. പ്രത്യേകിച്ചും കേരളീയർക്ക് ഏറെ സുപരിചിതനായ വലിയ മഹാത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറി ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ അഭിവന്ദ്യനായ ഷെയ്ഖ് കൂടിയാണ് അദ്ദേഹം. ഹിജ്റ വർഷം 1277 ജനിച്ച് 1378 വഫാത്താകുമ്പോൾ മഹാനവറുകൾക്ക് 101 വയസ്സ് പ്രായമുണ്ട്. അയ്യാമുത്ത് തശ്രീഖിൻ്റെ 2-ാം ദിവസം, അതായത് ദുൽഹജ്ജ് 12-നാണ്, വെള്ളിയാഴ്ച, ഏകദേശം ദുഹ സമയത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. ആളുകളെ ആത്മീയമായി സംസ്കരിക്കുന്ന, സമുദ്ധരിക്കുന്ന ഒട്ടനവധി മഹാത്മാക്കൾ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. കേവല പഠനം കൊണ്ട് മാത്രം ആത്മീയമായി മനുഷ്യൻ വളർച്ച പ്രാപിക്കുകയോ ഉയർച്ച നേടുകയോ ഇല്ല. ചരിത്രത്തിൽ ആരൊക്കെ സംശുദ്ധരായ ആത്മീയതയുടെ ഉടമകളായി മാറിയിട്ടുണ്ടോ, വിപ്ലവാത്മകമായ ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെ പിന്നിൽ ഒരു ആത്മീയ നായകനുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ അൽ ഖാദിരി റഹിമഹുല്ലാ മഹാനവറുകൾ ആളുകളെ ആത്മീയമായി സംസ്കരിച്ച് ശുദ്ധീകരിച്ച് ത്വരീഖത്തിലൂടെ വളർത്തിയെടുത്ത ഒരു വലിയ മഹാത്മാവായിരുന്നു. ഇത്തരം മഹാത്മാക്കളുടെ ഒരു പ്രത്യേകത, ആത്മീയമായി അവർ ഔന്നത്യം നേടി എന്നതാണ് ഒരു പ്രത്യേകത. ആത്മീയമായി ഔന്നത്യം നേടുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രധാനമായും 2 ഭാഗമുണ്ട്. ഒന്ന് അവൻ്റെ ശരീരം, 2 അവൻ്റെ ആത്മാവ്. അറബിയിൽ റൂഹ് എന്ന് പറയും. ശരീരം കേവലം ക്ഷണികമാണ്, നശ്വരമാണ്, നൈമിഷികമാണ്. ആ മനുഷ്യൻ മരിക്കുന്നതോടുകൂടി ശരീരം മണ്ണിൻ്റെ ഭാഗമായി ലയിച്ചു പോകുന്നു. അപൂർവം ചില ആളുകളിൽ നിന്ന് വ്യത്യസ്തമുണ്ടെന്ന് മാത്രം. അതേസമയം ആത്മാവ്, റൂഹ് എന്ന സംഭവം, ഈ പ്രതിഭാസം, അത് മനുഷ്യൻ ജനിക്കുന്നതോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതല്ലെന്ന് മാത്രമല്ല, മരണത്തോടുകൂടി അവസാനിക്കുന്നുമില്ല. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ആത്മാവുകൾ സൃഷ്ടിക്കപ്പെട്ടത് നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണെന്നാണ് വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ആദ്യത്തെ മനുഷ്യൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം ജീവിച്ചിരുന്ന ഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്,
അദ്ദേഹത്തിൽ നിന്ന് തനിക്ക് ജനിക്കാനിരിക്കുന്ന സകലമാന സന്തതികളുടെയും ആത്മാവുകളെ അള്ളാഹു പുറത്തു കൊണ്ടുവന്ന് അവരുമായി സംവദിച്ച ചരിത്രം. അപ്പം അന്ന് തന്നെ ആൾറെഡി ആത്മാവുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ ഒരാൾ ഗർഭാശയത്തിൽ ഗർഭം ധരിക്കുന്ന ഘട്ടത്തിൽ ഹദീസുണ്ട്, ഫബഅസല്ലാഹു ഇലൈഹ മലക്കഹു, ആ ബീജത്തിലേക്ക് അള്ളാഹു തൻ്റെ മലക്കിനെ നിയോഗിക്കുന്നു ആ ആത്മാവുമായിട്ട് എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ആത്മാവിനെ അള്ളാഹു നേരത്തെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ആ ആത്മാവിനെ ഗർഭാശയത്തിലെ ഭ്രൂണത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. മനുഷ്യൻ ജീവിതം ഇവിടെ അവസാനിച്ചു, മരിച്ചുപോയി, ആത്മാവ് പിന്നെയും അവശേഷിക്കുന്നു. എന്താണ് ആത്മാവ് എന്നാൽ ഒരു മഹാസംഭവമാണ്, ഒരു മഹാത്ഭുതമാണ്, ഒരു മഹാവിസ്മയമാണ്. ഇന്നും മനുഷ്യലോകത്തിന് പിടികിട്ടാത്ത ഒരു പ്രഹേളികയായി നിലനിൽക്കുന്നു ആത്മാവ്. ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചു! ഈ നൂറ്റാണ്ടിൽ ശാസ്ത്രലോകത്തിന് കണ്ടെത്താനാകാത്ത, വിശകലനം ചെയ്യാനാകാത്ത ഒരു അണു പോലും മനുഷ്യ ശരീരത്തിലില്ല. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായി മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിക്കാണാനാകാത്ത അതീവ സൂക്ഷ്മമായ ഒരു ട്യൂമർ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് ലെൻസ് കൊണ്ട് നോക്കി കണ്ടുപിടിച്ച് അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് മനുഷ്യൻ്റെ തലച്ചോറിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന വൈദ്യശാസ്ത്രം. പക്ഷേ മനുഷ്യൻ്റെ തലച്ചോറിലും ഹൃദയത്തിലും കരളിലും കിഡ്നിയിലും മാംസത്തിലും രക്തത്തിലും മജ്ജയിലും എല്ലിലും നഖത്തിലും മുടിയിലും തൊലിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ്. ആത്മാവ് കൊണ്ടാണല്ലോ മനുഷ്യൻ ചിന്തിക്കുന്നത്, ആത്മാവുള്ളത് കൊണ്ടാണല്ലോ മനുഷ്യൻ സഞ്ചരിക്കുന്നത്, ആത്മാവുള്ളത് കൊണ്ടാണല്ലോ മനുഷ്യൻ കർമ്മനിരതനാകുന്നത്. പക്ഷേ ഈ ആത്മാവെന്ന പ്രതിഭാസം എന്താണെന്ന് ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ആത്മാവിൻ്റെ പ്രത്യേകതയും. ഈ ആത്മാവ് ഒരു മഹാസംഭവമാണ്. മനുഷ്യന് കൃത്യമായി അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കഴിവുകളും അതിൻ്റെ മഹത്വങ്ങളും നിർവചിക്കാൻ സാധിക്കില്ലെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബിയെ, ആളുകൾ അങ്ങയോട് വന്ന് ചോദിക്കും, എന്താണ് ഈ ആത്മാവെന്ന പ്രതിഭാസം? നിങ്ങൾ അവരോട് പറയുക, റൂഹ് എൻ്റെ റബ്ബിന് മാത്രം അറിയുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. നിങ്ങൾക്കെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനും പഠിക്കാനും കഴിയില്ല. മനുഷ്യരെ വളരെ പരിമിതമായ അറിവ് മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന്. ഇവിടെ വിശുദ്ധ ഖുർആൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്, ആത്മാവിൻ്റെ യാഥാർത്ഥ്യം മനുഷ്യന് പിടികിട്ടാത്ത ഒരു പ്രഹേളികയായി തുടരുമെന്ന്. ശാസ്ത്രലോകം, ആധുനിക മെഡിസിൻ ഇത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ടും ആത്മാവിന് നിർവചിക്കാനാകാത്ത, ഒരു മനുഷ്യൻ മരിച്ചാൽ തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് പറയാം. പക്ഷെ എന്താണ് നഷ്ടപ്പെട്ടത്? ഒന്നും പറയാൻ സാധിക്കാത്ത വിധം, എന്താണ് അത് നിർണ്ണയിക്കാനോ നിർവചിക്കാനോ കഴിയാത്ത വിധം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ മഹാസംഭവമാണ് മനുഷ്യൻ്റെ ആത്മാവ്. ആ ആത്മാവിനെ ശുദ്ധീകരിച്ചാൽ, ആത്മാവിനെ സംസ്കരിച്ചാൽ, ആത്മാവിനെ സ്ഫുടം ചെയ്തെടുത്താൽ ആ ആത്മാവിൻ്റെ ഉടമയ്ക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിത രീതിയും അനുഭവങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആത്മീയമായി ഔന്നത്യം പ്രാപിച്ച ആളുകൾക്ക് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യർക്കൊരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്ന ഒരു ദൂരമുണ്ട്, എൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്, എൻ്റെ കാലുകൊണ്ട് എനിക്ക് നടന്നെത്താൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. എൻ്റെ അവയവങ്ങൾക്കൊക്കെ ലിമിറ്റുണ്ട്, പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷേ യഥാർത്ഥ ആത്മാവ്, സംസ്കരിക്കപ്പെട്ട ആത്മാവിൻ്റെ ഉടമയാണെങ്കിൽ ഈ പരിധികൾക്കതീതമായി മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത അത്യത്ഭുതകരമായ നിലയിൽ മനുഷ്യന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ നബിവചനങ്ങൾ സുവ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, പഠിപ്പിച്ചു തരുന്നത്.
അത് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, മനുഷ്യൻ്റെ ജന്മത്തിന് മുമ്പും ഈ ആത്മീയമായ ശക്തി നിലനിൽക്കുന്നുണ്ട്. ധാരാളം സംഭവങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. മനുഷ്യൻ മരിച്ച ശേഷവും, മരിക്കുക എന്നൊരു താൽക്കാലിക പ്രതിഭാസമാണ്. മനുഷ്യൻ ഇന്തിഖാലുഹു മിൻ ഹാലിൻ ഇലാ ഹാലിൻ ഉഖ്റ, മനുഷ്യൻ തൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള ഒരു നീക്കം മാത്രമാണ് മരണം. അല്ല, മരണത്തോട് മനുഷ്യൻ അവസാനിക്കുന്നില്ല. മരണാനന്തരവും ആത്മാവ് പ്രോജ്വലിച്ചു നിൽക്കുന്ന വിശുദ്ധാത്മാവാണെങ്കിൽ ആ ആത്മാവിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും അനന്തമായി നിലനിൽക്കുമെന്ന് അനുഭവം നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ തന്നെ മഹാനായ നമ്മുടെ ഷെയ്ഖ് അവറുകൾ, ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ റഹ്മഹുല്ല അയിലക്കാട് അവറുകൾ, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരു മൗലിദ് രൂപത്തിൽ മഹാനായ അഭിവന്ദനായ ഷെയ്ഖുന ശംസുലമ ഇ.കെ. ഉസ്താദ് ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ മൗലിദ് ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. മഹാനകളുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ച് മഹാനകളോട് സംസാരിച്ചിരിക്കുകയും തമാശ പറയുകയും എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുകയും ചെയ്യുന്ന അടുത്ത ആശയവിനിമയം നടത്തിയിരുന്ന ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഷെയ്ഖ് അവറുകളെ ഇക്കാക്ക എന്നാണ് വിളിക്കാറുള്ളത്. ആ അടുത്ത ബന്ധം സ്ഥാപിച്ച അദ്ദേഹത്തോട് ഒരിക്കൽ ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, സഹോദര, സുഹൃത്തെ, ഇതാ വക്കാഴ്ത്ത ഫി വറത്തത്തിൽ, ഒരു പ്രതിസന്ധിയിൽ നീ അകപ്പെട്ടാൽ ബഅദ മമാത്തി, എൻ്റെ മരണശേഷം, ഫനാദിനി ബിസ്മി, എൻ്റെ പേര് കൊണ്ട് നീ വിളിച്ചോ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. ഞാൻ മരിച്ചു പോയാൽ, ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം നിനക്ക് വരികയാണെങ്കിൽ നീ എൻ്റെ പേര് വിളിച്ചോ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാദൃശികമായി പറഞ്ഞു വെച്ചൊരു സംഭവം. ഈ പറയുന്ന മനുഷ്യൻ ഒരു വ്യാപാരിയായിരുന്നു, ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം കൊടുകുമായി നല്ല ബന്ധമുള്ള, കൊടുകിലേക്ക് ചരക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് ചരക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വലിയ വ്യാപാരിയായിരുന്നു. കൊടുകിൽ ചെന്ന് തൻ്റെ കച്ചവട സാധനങ്ങളൊക്കെ വിറ്റഴിച്ച് വാങ്ങാനുള്ളതൊക്കെ വാങ്ങി ചില ഇടപാടുകൾ തീർക്കാൻ വേണ്ടി ഒരു കേന്ദ്രത്തിലെത്തിയപ്പോൾ നിഷേധികളും തൻ്റെ ശത്രുക്കളുമായ ഒരു വിഭാഗം ആളുകളെ മാത്രമുള്ള ഒരു ഏരിയയിൽ ചെന്നുപെട്ടു. ഈ ഘട്ടത്തിൽ ഇദ്ദേഹത്തോട് വിദ്വേഷമുള്ള ആ വിഭാഗം ആളുകൾ ഒരുമിച്ച് തന്ത്രപരമായി അദ്ദേഹത്തെ പിടികൂടി ഒരു റൂമിൽ തളച്ചിട്ടു. അദ്ദേഹത്തെ വകവരുത്താനുള്ള ശ്രമമാണ്. ഈ വകവരുത്താനുള്ള ശ്രമമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പ്രതിസന്ധി ഘട്ടത്തിൽ ബോധ്യപ്പെട്ടു, എനിക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അന്ന് ഷെയ്ഖ് അവറുകൾ എന്നോട് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ടല്ലോ, അത് പ്രയോഗിച്ചാലോ. അദ്ദേഹം ഉടനെ വിളിച്ചു, യാ ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ എന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ മഹാനവറുകൾ ഒരു സംഘം ആളുകളോടൊപ്പം അവിടെ എത്തിപ്പെടുകയും ഉടനെ അദ്ദേഹത്തോട് ഷെയ്ഖ് അവർ പറയുന്നു, ഉഖ്റുജ്, ഇവിടെ നിൽക്കേണ്ട, പുറപ്പെടു എന്ന് പറയുകയും ഒരു വാഹനം അദ്ദേഹത്തെ കയറ്റി അവർ മുസ്ലിങ്ങൾ കൂടുതലുള്ള സുരക്ഷിതമായ ഏരിയയിൽ കൊണ്ടുപോയി വിട്ടു. അവരപ്രത്യക്ഷരായി എന്ന് ആ അനുഭവസ്ഥൻ പറഞ്ഞത് മഹാനായ ഷെയ്ഖുന ശംസുലമ ഉദ്ധരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല. പക്ഷെ മഹാനായ ശംസുലുലമ സത്യസന്ധതയുടെ നേർരൂപമാണ്. അദ്ദേഹത്തിന് 100% ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയാറില്ല. അപ്പോൾ ഇദ്ദേഹം മരിച്ചുപോയി ഷെയ്ഖ് അവറുകൾ. പക്ഷെ മരണാനന്തരം അദ്ദേഹവുമായി നേരിട്ട് കണക്ഷനുള്ള തൻ്റെ മുരീദിന്, തൻ്റെ ആത്മീയമായ ശിഷ്യന് ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ തന്നെ വിളിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. അദ്ദേഹം വിളിക്കുന്നു, മഹാനവർക്ക് ഇടപെടാൻ സാധിക്കുന്നു. ഇതാണ് ആത്മീയ ലോകത്ത് വിരാജിക്കുന്ന വിശുദ്ധാത്മകളുടെ. അത് ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിലും ഇതാണ് അവസ്ഥ, മരണാനന്തരവും ഇതാണ് അവസ്ഥ. ജീവിച്ചിരിക്കുന്നതിന് മുമ്പും ഇത്തരം ചില അത്ഭുതങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ച സംഭവങ്ങൾ ചരിത്രത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ശരിക്കു പറഞ്ഞാൽ അത്തരം ആളുകൾ തെളിഞ്ഞ മനസ്സിൻ്റെ ഉടമകൾ. മഹാത്മാക്കൾ പറഞ്ഞു, ഖാലു ഫഇന്നൻ നഫ്സ കൽ മിർആതി യന്തബിഉൽ മാദി ബിഹാ വൽ ആതി. തസവുഫിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്, ശരിക്ക് ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിൻ്റെ ഉടമ, അവരുടെ ആത്മാവ് കണ്ണാടി പോലെയായിരിക്കും. യന്തബിഉൽ മാദി ബിഹാ വൽ ആതി, കഴിഞ്ഞു പോയ കാര്യങ്ങൾ മുഴുവനും വരാനിരിക്കുന്ന സകലമാന കാര്യങ്ങളും അവരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും കണ്ണാടി പോലെ.
ഇതാണ് മഹാത്മാക്കളുടെ അവസ്ഥ. അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവും കാഴ്ചപ്പാടും അള്ളാഹു നൽകുന്നു. അവരുടെ ആത്മീയമായ ആ വിശുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ്. ആ ഗണത്തിൽപ്പെട്ട ഒരു വലിയ വിശുദ്ധാത്മാവായിരുന്നു മഹാനായ ശൈഖ് അവറുകൾ. അതേസമയം ഇതിന് മറുവശമുണ്ട്. ഇതിൻ്റെ മറുവശം, ഇതേപോലെ മനുഷ്യൻ്റെ ആത്മാവിനെ ദുഷിപ്പിക്കാം. അങ്ങനെ ചെയ്യാമല്ലോ. ആത്മീയ നേതൃത്വത്തിലെത്തി വിശുദ്ധാത്മാവാകുന്നത് നിർബന്ധവും ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്ത് നിരന്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നിരന്തരം ദിക്റുകളും വൃതുകളും പുണ്യകർമ്മങ്ങളും ചെയ്യുമ്പോൾ ആത്മീയമായ ഔന്നത്യം പ്രാപിച്ച് ആ മനുഷ്യൻ പ്രകാശിക്കുന്നു, ഉജ്ജ്വലമായ പ്രകാശത്തിൻ്റെ ഉടമയാകുന്നു. ഇതിൻ്റെ മറുവശം, ഒരു മനുഷ്യൻ ആത്മാവിനെ ദുഷിപ്പിക്കാൻ തീരുമാനിച്ചു, ആത്മാവിനെ മലിനമാക്കാൻ തീരുമാനിച്ചു. ആ മനുഷ്യൻ നിരന്തരം തെറ്റുകൾ ചെയ്യുന്നു. ആ മനുഷ്യൻ ബഹുദൈവവിശ്വാസിയായി മാറുന്നു, അല്ലെങ്കിൽ നിഷേധിയായി മാറുന്നു. അയാൾ മദ്യപിക്കുന്നു, അയാൾ വ്യഭിചരിക്കുന്നു, അയാൾ പച്ചക്കള്ളം പറയുന്നു, അയാൾ ചതി നടത്തുന്നു. എല്ലാ വൈകൃതങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ദുഷിച്ച മനുഷ്യൻ, മനസ്സിൻ്റെ ഉടമ, ആത്മാവിൻ്റെ ഉടമ, അയാൾക്കും ചില പ്രത്യേകതകളുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ദുഷിച്ച ആത്മാവുകളുടെ ഉടമകൾക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന് പറയുമ്പോൾ, ഈ വിശുദ്ധാത്മാക്കൾക്ക് അള്ളാഹുമായുള്ള ലിങ്ക്, കണക്ഷൻ കിട്ടും എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഇതേപോലെ ഈ ദുഷിച്ച ആളുകളുടെ ആത്മാവുമായി ദുഷിച്ച വർഗമാണ് പിശാച്ച് വർഗം, ഷയാത്തീൻ. പിശാച്ച് വേഗം ലയിച്ചു ചേരും, അവരുമായി ബന്ധപ്പെടും എന്നതാണ് എൻ്റെ പ്രത്യേകത. അത്തരം ആളുകൾക്ക് അവർക്കും ചില അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഈ ദുഷിച്ച മനസ്സിൻ്റെ ഉടമകളുമായി പിശാച്ചിന് വേഗം ബന്ധപ്പെടാൻ സാധിക്കും. ആ പൈശാചികമായ ചില ശക്തിവിശേഷങ്ങൾ പ്രകടിപ്പിക്കാൻ ഇത്തരം ദുഷിച്ച മനസ്സിൻ്റെ ഉടമകൾക്ക് സാധിക്കും. കാരണം പിശാച്ചിൻ്റെ പിൻബലമുണ്ടാകും. അത്തരം പിശാച്ചിനെ പൂജിക്കുന്ന, പിശാച്ചിനെ സേവിക്കുന്ന ചില ആളുകൾ ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തും ഏത് ലോകത്തും ഉണ്ടായിട്ടുണ്ട്, ഇന്നും നമുക്കിടയിലുണ്ട്. അത്തരം ആളുകളെ സമീപിച്ചാൽ, തലവേദനയായിട്ട് വന്നതാണല്ലേ, 12 വർഷമായിട്ടില്ലേ തലവേദന തുടങ്ങിയിട്ട്, ഇതുവരെ ഒരു ശമനം കിട്ടില്ല, പല ഡോക്ടർമാരെയും സമീപിച്ചില്ലേ എന്ന് ഇയാൾ പറയുന്നു. ഈ പറയുന്നത് മറഞ്ഞ കാര്യം പറയുകയാണ്. ഇതെങ്ങനെ സാധിച്ചു? ഇയാളുടെ മനസ്സുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പിശാച്ച് അയാൾക്ക് തത്സമയം വിവരം കൈമാറുകയാണ്. ഇങ്ങനെ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ പിശാചിൻ്റെ ആളുകൾക്കും സാധിക്കും. അത്തരം പൈശാചിക ബന്ധമുള്ള മലിനമായ മനസ്സുമായി ജീവിക്കുന്ന ആളുകൾക്ക് തങ്ങൾ മഹാത്മാക്കളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ അത്ഭുതങ്ങളിലൂടെ വശീകരിക്കാനും അവരെ വഴിതെറ്റിക്കാനും വളരെ വേഗം സാധിക്കും. അത്തരം ദുഷ്ശക്തികൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രവർത്തിക്കുന്ന, പ്രചരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ശൈഖ് അവരുടെ കാലഘട്ടം. ശൈഖ് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്നും അത് പ്രകടമാണ്. അത്തരം ആളുകൾ സുലഭമായിരുന്നു. പ്രത്യേകിച്ചും അസ്മാഇൻ്റെ ചികിത്സ എന്ന് പറയുന്ന ചികിത്സ ഉണ്ട്. അസ്മാ എന്നാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്നാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾക്ക് അള്ളാഹു ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അതിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുവക്കലായ മലക്കുകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ അസ്മാഇനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ചികിത്സിക്കുന്ന രീതിയാണ് അസ്മാഇൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. എന്നാൽ ഈ അസ്മാഇൻ്റെ ചികിത്സയുടെ മറവിൽ പിശാചുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ആളുകൾ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഈ പ്രത്യേക സിദ്ധികളുണ്ട്, ഞങ്ങൾ മഹാത്മാക്കളാണെന്ന പേരിൽ വ്യാജേനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജസിദ്ധന്മാർ സുലഭമായി പ്രവർത്തിക്കുന്ന കാലഘട്ടം. അത്തരമൊരു ഘട്ടത്തിൽ ശൈഖ് അവറുകൾ അവർക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഇത്തരം ആളുകളെ നിയന്ത്രിക്കാനും അവരെ പ്രതിരോധിക്കാനും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്താനും അദ്ദേഹം യഥാർത്ഥ ആത്മീയതയിലൂടെ കൃത്യമായ ഒരു സരണി വെട്ടിത്തുറന്ന് അദ്ദേഹം അവരെ ശക്തമായി പ്രതിരോധിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് മഹാത്മാക്കളുടെ പ്രത്യേകത. ആ കാലഘട്ടത്തിൽ അന്ന് മുസ്ലിം സമൂഹം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയെ ഏറ്റവും നല്ല നിലയിൽ ആത്മീയമായി പ്രതിരോധിച്ച മഹാനവറുകൾ. മഹാനായ ഷംസുൽ ഇ.കെ. ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മൗലിദിൽ പറയുന്നുണ്ട്, മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ
മഹാനായ ഷെയ്ഖ് അവർ ജീവിച്ചിരുന്നെങ്കിൽ അന്നത്തെ ആ ആഭിചാര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വന്ന ആ സാഹചര്യങ്ങളെ നേരിടാൻ, മുഖം കുത്തി വീഴ്ത്താൻ മഹാനായ ഷെയ്ഖ് അവർക്ക് സാധിക്കുമായിരുന്നു എന്ന്. അത്തര പൈശാചിക ദുശക്തികളെ പ്രതിരോധിക്കാനുള്ള ആത്മീയമായ അപാരമായ ഒരു കഴിവ് നേടിയ ഉജ്ജ്വല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഷെയ്ഖ് അവർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. മഹാനവരെ കുറിച്ച് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ ഈക്ക ഉസ്താദ് പറയുന്നുണ്ട്, ആത്മീയ ലോകത്ത് ഔന്നത്യത്തിൽ വിരാജിച്ച എല്ലാ മഹാത്മാക്കളുമായി അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഔലിയാക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർ കൃത്യമായി തന്നെ മൗലിദിൽ പറയുന്നുണ്ട്, സ്വാഹബ് തബിർറുഹി അബ്ദുൽ ഖാദിരിൽ ജിയലി ഷെയ്ഖൽ മശായിഖി ഫീ ഹില്ലിം വഫീ ഹറമി. മഹാനവറുകൾ സ്വാഹബത്ത ബിർറൂഹി ആത്മീയമായി താങ്കൾ സഹവസിച്ചു. ആരുമായി? മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലിയുമായി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി മഹാനായ നമ്മുടെ ഷെയ്ഖ് അവറുകളുടെ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് വഫാത്തായ മഹാനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ റൂഹ് ഉണ്ട്. മഹാനായ ഷെയ്ഖ് അവറുകളുടെ റൂഹും നിലവിലുണ്ട്. ഈ ബിർറൂഹി, റൂഹുമായുള്ള കണക്ഷൻ, ബന്ധം, അത് ഞാൻ പറഞ്ഞത് റൂഹ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത പ്രതിഭാസം, നമുക്ക് പിടികിട്ടാത്ത മഹാത്ഭുതങ്ങളുടെ ഒരു കേന്ദ്രമാണ് റൂഹ് അല്ലെങ്കിൽ ആത്മാവ്. പലപ്പോഴും മഹാത്മാക്കൾ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെയും മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നതിൻ്റെയും മഹാത്മാക്കളുടെ തബറുക്കിൻ്റെയും ആന്തരാർത്ഥം ഭൗതിക ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. എങ്ങനെ മഹാത്മാക്കൾ സഹായിക്കും? അവർ മരിച്ചു പോയില്ലേ? പക്ഷേ ഈ ആത്മീയമായ പ്രത്യേകതകൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് മഹാത്മാക്കൾക്ക് നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും നമ്മോട് സഹകരിക്കാനും സഹായിക്കാനും സാധിക്കുമെന്ന, അത് ആ ആത്മാവിന് അള്ളാഹു നൽകിയ സിദ്ധിയാണ് എന്ന് ബോധ്യപ്പെടുക. വളരെ കൃത്യമായ മഹാനവർ എന്ത്, സാഹിബ് തബിർറുഹി അബ്ദുൽ ഖാദിർ ജീലി, അബ്ദുൽ ഖാദിർ ജീലിയുമായി നിങ്ങൾ ആത്മാവുമായി ബന്ധപ്പെട്ടു, ആത്മീയമായി ബന്ധപ്പെട്ടു. ശരീരം വിഷയമല്ലല്ലോ. എന്നിട്ട് എന്തു ചെയ്തു? ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല, മഹാനവർ തുടർന്ന് പറയുന്നു, ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി? ഷെയ്ഖൽ മശായിഖ് ഫീ ഹില്ലിം വഫീ ഹറമി, ഹറമിന് പുറത്തും ലോകത്താകമാനം ഷെയ്ഖായ എല്ലാ മശായിഖുകളും ഷെയ്ഖായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുമായി നിങ്ങൾ ബന്ധപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ ഷെയ്ഖ് അവറുകളുമായി ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല, തുടർന്ന് അദ്ദേഹം പറയുന്നു, ഖദിസ്തഫത്തഉലു മമിൻഹു കാശിഫത്തൻ അസ്റാറ ഖുർബി ഇലാ ഹിന്നാസി ബിൽ ഖിദമി. നിങ്ങൾ ഷെയ്ഖ് അവറുകളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുത്തത് ഒരുപാട് വിജ്ഞാനങ്ങളാണ്. വിജ്ഞാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ നിന്ന്, കിതാബിൽ നിന്ന് വായിച്ച് പഠിക്കുന്ന വിജ്ഞാനത്തിന് ഒരുപാട് ലിമിറ്റുണ്ട്. പക്ഷേ മഹാത്മാക്കളുമായി കിട്ടുന്ന ആത്മീയമായ അറിവുകൾ അതൊരു വലിയ വിശാലമായ ലോകമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനുമായി ബന്ധപ്പെട്ട് താങ്കൾ നേടിയെടുത്തു ഉലൂമൻ, ഒരുപാട് വിജ്ഞാനങ്ങൾ. ആ വിജ്ഞാനങ്ങളുടെ പ്രത്യേകത കാശിഫത്തൻ, ആ വിജ്ഞാനങ്ങൾ താങ്കൾക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അസ്റാറ ഖുർബി ഇലാ ഹിന്നാസി ബിൽ ഖിദമി. പൗരാണിക കാലം മുതൽക്ക് തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ട് അടുത്ത് ഇടപഴകാനുള്ള ഒരുപാട് രഹസ്യങ്ങളുണ്ട്, കോഡുകൾ, നമുക്ക് പറയാം കോഡുകളുണ്ട്. ആ കോഡുകളൊക്കെ അല്ലെങ്കിൽ ആ ചെറിയ റൂട്ടുകൾ അത് കൃത്യമായി ഷെയ്ഖ് അവറുകൾ താങ്കൾക്ക് പഠിപ്പിച്ചു തന്നു, താങ്കൾ അദ്ദേഹത്തിന് നേടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ മഹാനവറുകൾ സുൽത്താൻ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ അവറുകളുമായും ഷാഹ് ഹമീദ് നാഗൂരി റഹ്മഹുല്ല അവറുകളുമായും ഒക്കെ ബന്ധപ്പെട്ടു, അവരുമായൊക്കെ ആത്മീയമായി ബന്ധം സ്ഥാപിച്ചു എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മഹത്വം തന്നെയാണ്. എല്ലാ ആത്മീയ ലോകത്തെ മഹാത്മാക്കളുമായി ബന്ധം സ്ഥാപിച്ച് അവിടെ നിന്നൊക്കെ വിജ്ഞാനം നേടിയെടുത്ത്, ഞാനിത് പറയുമ്പോൾ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ ഈക്ക ഉസ്താദ് നമ്മുടെ ഈ അടുത്ത കാലഘട്ടം കണ്ട ഏറ്റവും വലിയൊരു മഹാപ്രതിഭാസമായിരുന്നു. ഒരു സാധാരണ പണ്ഡിതനായിരുന്നില്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് അടുത്തറിയാൻ പലർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകതകൾ അദ്ദേഹം പരമാവധി മറച്ചു വെക്കുകയായിരുന്നു. അദ്ദേഹം ഒരാളെ ഷെയ്ഖായി തിരഞ്ഞെടുക്കണമെങ്കിൽ അത് ക്വാളിറ്റി ഉള്ള ഒരു വലിയ മഹാത്മാവ് തന്നെ ആയിരിക്കണം. ഞാൻ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുമായി ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കാറിൽ ഒരിക്കൽ തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര പോയിട്ടുണ്ട്. യാത്ര പോകുന്ന ഘട്ടത്തിൽ അയിലക്കാട് എത്തിയപ്പോൾ, ആ ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം കാറ് നിർത്തി
എനിക്കിവിടെ നിന്ന് കയറാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയറി അദ്ദേഹം സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യുന്നത് മഹാനായ ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ റഹമുല്ല മഹാനവരുടെ മക്കാമിലാണ്, അദ്ദേഹത്തെയാണ് സിയാറത്ത് ചെയ്യുന്നത്. അതിനുശേഷം മഹാനവരുടെ ഷെയ്ഖാണ് എന്ന് പിന്നീടാണ് എനിക്ക് വേറെ ചില ആളുകളിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചത്. ആ മഹാനവരുടെ ഷെയ്ഖാണെന്ന് ഉറപ്പ്. മാത്രം അദ്ദേഹത്തിൻ്റെ മൗലിദ് ശംസുലമ രചിച്ചു എന്ന് തന്നെ ശംസുലമ അദ്ദേഹത്തിന് കൽപ്പിക്കുന്ന ആ മഹത്വത്തിൻ്റെ ഒരു ബഹിർപ്രകടനമാണ്. അതേസമയം എനിക്കവിടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയട്ടെ. മഹാനായ ഷെയ്ഖ് അവറുകൾ തൻ്റെ ജീവിതകാലത്ത് പ്രധാനമായും ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയത് വ്യാജസിദ്ധന്മാർക്കെതിരെയാണെന്ന് മഹാനായ ശംസുലമ ഇ കെ ഉസ്താദ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ മൗലിദിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വ്യാജസിദ്ധന്മാർ ഇന്നും നമ്മുടെ നാടുകളിൽ സുലഭമാണ്. ഈ ബാഹ്യമായ വേഷഭൂഷാദികളുടെ പേരിൽ അസ്മാഇൻ്റെ ചികിത്സയുടെ മറപിടിച്ച് ശരിക്ക് പിശാചിൻ്റെ സഹായത്തോട് ചില അത്ഭുതങ്ങൾ കാണിച്ച് മോശമായ ജീവിതം നയിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ട് അപകടകരമായ മാർഗങ്ങളിലേക്ക് നയിക്കുന്ന ആളുകൾ ഇന്നും നമുക്കിടയിലൂടെ വിലസിക്കൊണ്ടിരിക്കുന്ന വ്യാജസിദ്ധന്മാർ. അത്തരം ആളുകൾക്ക് അത്ഭുതങ്ങൾ കിട്ടുമെന്ന് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. സൂറത്ത് ശുഅറായിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അഫീം. അള്ളാഹു പറയുകയാണ്, ഹൽ ഉനബ്ബിഉകും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അലാ മൻ തനസ്സലു അലൈഹി ശയാത്തീൻ പിശാചുകൾ നേരിട്ട് ഇറങ്ങി വന്ന് അധിവസിക്കുന്ന ചില വ്യക്തികൾ, അവരിൽ കേന്ദ്രീകരിക്കുന്ന ചില വ്യക്തികൾ, തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അഫീം ദുർവൃത്തി, വളരെ മോശമായ ജീവിതം നയിക്കുന്ന, മലിനപൂർണമായ ജീവിതം നയിക്കുന്ന, നിരന്തരം നുണ പറയുന്ന, നിരന്തരം ചതി നടത്തുന്ന കുറ്റവാളികളായ തമ്മാടികളായ ആളുകളിലാണ് പിശാച് അവതരിക്കുക എന്ന് ഖുർആൻ നേരിട്ട് പറയുന്നു. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ, എല്ലാ തമ്മാടിത്വവും അത്തരം ആളുകൾക്ക് കാണാം. അത്തരം ആളുകൾ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അവർ ശൈഖാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ ഒപ്പം കൂടി നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന, ദുനിയാ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന ഗണത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതിനു വേണ്ടി ഏറ്റവും സുരക്ഷിതമായ മാർഗം മഹാനവറുകളെപ്പോലുള്ള വിശുദ്ധാത്മാക്കൾ, സത്യസന്ധമായി ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ സത്യസന്ധമായി ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് നമുക്ക് രക്ഷാമാർഗം എന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പിന്നെ മഹാനവറുകളുടെ അന്ത്യവിശ്രമം അയിലക്കാടാണല്ലോ. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട്, എത്ര ഗ്രാമങ്ങളുണ്ട്. ഞാൻ എവിടെ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് പോലും മഹാത്മാക്കൾക്ക് ആ കാര്യത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട് താല്പര്യം പ്രകടിപ്പിക്കാനുള്ള ഇഖ്തിയാർ അള്ളാഹു നൽകിയിരിക്കാം. ആ സ്ഥലം എന്തായിരുന്നാലും തിരഞ്ഞെടുക്കും. അതിനാ ഒരു ബറക്കത്തുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ബറക്കത്ത് പ്രകടമാണ്. കാലങ്ങളായി വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു മഹല്ല് ജമാഅത്ത്. നമ്മുടെ പ്രശസ്തനായ കെ വി മുഹമ്മദ് സാഹിബ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് നൂറ്റാണ്ട് കാലം മുന്നോട്ട് പോയ മഹല്ല് ജമാഅത്ത് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ സക്കീർ സാഹിബ് പ്രസിഡന്റ് പദം ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ തിരഞ്ഞെടുത്ത ഏറ്റവും വിശുദ്ധമായ മാർഗ്ഗമാണ് പള്ളി ദർസ്. ആ ദർസ് അവിടെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്ട്രാ നമുക്ക് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രം ഒരു വാഫി കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് രണ്ടും വിജയകരമായി നമുക്ക് മഹാനോട് ബറക്കത്ത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. തുടർന്ന് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഈ മഹല്ലിൽ മഹാനോട് ബറക്കത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മഹാനവറുകൾ അഭിലഷിച്ചതുപോലെ, ഷെയ്ഖുന ശംസുലമ ഇ കെ ഉസ്താദ് അഭിലഷിച്ചതുപോലെ ഈ വിശുദ്ധ ദീനിന്, സുന്നത്ത് ജമാഅത്തിന് കരുത്ത് പകർന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്കും നമുക്കെല്ലാവർക്കും മഹാനോട് ബറക്കത്ത് കൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദുആയിലൊക്കെ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.